ഇപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട്, ഇപ്പോൾ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും രാഹുൽ തന്നെയാണ് ചെയ്യുന്നത്. രാഹുലിനെതിരെ ഞങ്ങൾ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ വി.ഡി. സതീശൻ ഇപ്പോൾ എവിടെയാണ്? രാഹുലിനെതിരെ ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പേരിന് വരുത്തി തീർക്കുന്ന കോൺഗ്രസ് നേതൃത്വമാണ് ഇവിടെ ഉള്ളത്. ഈ പാലക്കാട് സ്ഥാനാർത്ഥി നിർണയവും ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും കോൺഗ്രസ് പൂർണ്ണമായിട്ടുള്ള അനുവാദവും സ്വാതന്ത്ര്യവും രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ്സുകാരോടാണ് ചോദിക്കാനുള്ളത്, എവിടെ നിങ്ങളുടെ നിലപാട് എന്നാണ് എനിക്കിപ്പോൾ ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത്. രാഹുലിനെതിരെ ഏറ്റവും അധികം സമരങ്ങളും രാഹുലിനെതിരെ ഏറ്റവും അധികം പ്രക്ഷോഭങ്ങളും പ്രതിരോധവും ഒക്കെ തീർത്തത് BJP ആണ്. കഴിയാവുന്നത്ര രാഹുലിനെ അവിടെ ഏതൊക്കെ പരിപാടിയിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് മുടക്കാൻ സാധിക്കുന്നുണ്ടോ, എവിടെയെല്ലാം തടയാൻ സാധിക്കുന്നുണ്ടോ അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. രാഹുൽ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പാലക്കാട്, അവിടെ സ്ഥിരതാമസമായിരുന്നല്ലോ. ഇന്ന് രാഹുലിന് പാലക്കാട് സ്ഥിരതാമസം പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. വല്ലപ്പോഴും അപ്രതീക്ഷിതമായി വന്നുപോയി നിൽക്കുകയാണ് ഇപ്പോൾ രാഹുലിൻ്റെ അവസ്ഥ. വല്ലപ്പോഴുമാണ് വന്നു പോകുന്നത്. നിങ്ങൾ കണക്കെടുത്ത് നോക്കണം, ആഴ്ചയിൽ ഒരു ദിവസം മറ്റൊക്കെയാണ് രാഹുൽ ഇപ്പോൾ അവിടെ വന്നു പോകുന്നത് പോലും. കാരണം രാഹുലിന് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി അവിടെ പ്രതിരോധം തീർത്തിട്ടുണ്ടെന്ന് രാഹുലിനറിയാം. എന്തുകൊണ്ടാണ് രാഹുൽ അവിടെ ഇപ്പോൾ സ്ഥിരതാമസം ചെയ്യാത്തത്? രാഹുൽ സ്ഥിരതാമസം ചെയ്തുകൊണ്ടിരുന്നത് പാലക്കാടല്ലേ, അദ്ദേഹത്തിൻ്റെ മണ്ഡലം പാലക്കാടല്ലേ, അവിടെയല്ലേ താമസിക്കേണ്ടത്. അദ്ദേഹം അവിടെ സ്ഥിരതാമസം പോലും ഇല്ല ഇപ്പോൾ. അതൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ വിശദീകരിച്ച കാര്യമല്ലേ. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും പാർട്ടിയുടെ അല്ല, ഇതിനകത്ത് ഇപ്പോൾ നിങ്ങളുടെ വിഷയം രാഹുൽ മാങ്കൂട്ടമാണോ BJP ആണോ? കാരണം ഇന്ന് ഇത്രയും ഗൗരവപരമായൊരു വിഷയം, ഇതിനെ ലഘൂകരിക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഒരു പെൺകുട്ടിയുടെ മൊഡസ്റ്റിയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു പെൺകുട്ടി ഇത്ര ഗൗരവപരമായ വിഷയം ഉന്നയിക്കുമ്പോൾ അതിനെ ട്രിവ്യലായിട്ട് BJPയുടെ കൗൺസിലറിനെ കുറിച്ചൊക്കെ ചോദിച്ച് ഈ വിഷയത്തെ ലഘൂകരിക്കരുതെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. കാരണം ഇതിൽ വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണ് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആ പെൺകുട്ടി തന്നെ പറയുന്നു, വധഭീഷണി പോലുള്ള കാര്യങ്ങൾ എല്ലാ തരത്തിലും ആ പെൺകുട്ടി മാനസികമായി തളർന്ന് എന്ന്, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് മാനസികമായി പീഡനം നേരിടേണ്ടി വന്നു എന്ന് കൃത്യമായി ആ പെൺകുട്ടി ആ മൊഴിയിലെല്ലാം ആ പെൺകുട്ടിയുടെ ചാറ്റിലും പെൺകുട്ടിയുടെ ഓഡിയോ സന്ദേശങ്ങളിലും എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വിഷയത്തെ ശ്രദ്ധ തിരിച്ചുവിടാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത്, ലഘൂകരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത്. ഇതിൽ അടിയന്തരമായി രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തേ മതിയാവും. ഇത്രയും ഗൗരവമായിട്ടും സർക്കാർ മാങ്കൂട്ടത്തിന് വേണ്ടി ഒത്താശ ചെയ്യുന്നു പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്ത് എന്താ പറയുന്നത്, പേരിന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ സർക്കാർ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ളൊരു ആക്ഷൻ ഇതിലെടുത്തിട്ടുണ്ടോ? ഞങ്ങളും അത് തന്നെയാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് രാഹുലിനെ വിളിച്ചു വരുത്തി പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല? എല്ലാ തെളിവുകളും എന്താ പറയുന്നത്, ഈ അതിജീവിതകൾ തന്നെ, ഈ വിക്ടിംസ് തന്നെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇത്രയും കൂടുതൽ എന്താണ് വിവരമാണ് സർക്കാരിന് വേണ്ടത്? സർക്കാർ കൃത്യമായി ഒത്തുകളിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ. കാരണം ഞങ്ങൾ നേരത്തെ പറയുന്നതുപോലെ രാഹുലിനെ പോലുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ നാട്ടിലെ മതമൗലികവാദികളായിട്ടുള്ള ചില പ്രസ്ഥാനങ്ങളും ചില ആളുകളുമാണ്. അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് സർക്കാർ ഈ ഒത്തുകളിക്ക് കൂട്ടുനിൽക്കുന്നത്.